അപ്പോൾ നമ്മൾ 8ാം ദിവസത്തിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ റോഡ് യാത്രയുടെ 8ാം ദിവസം. തായ്ലൻഡിൽ ഉടനീളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മൾ ഏറ്റവും എന്താ പറയുക അതിൻ്റെ തായ്ലൻഡിൻ്റെ അറ്റം എന്ന് വിളിക്കുന്ന ചിയാങ് റായിലായിരുന്നു താമസം. അവിടെ നമ്മൾ ഇപ്പോൾ പോകുന്നത് സുഖോത്തായിലേക്കാണ്. സുഖോത്തായിൽ നമ്മൾ ഒരു ദിവസം താമസിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. വീണ്ടും അവിടെ എത്തിയിട്ട് നമ്മൾ നാളെ ബാങ്കോക്കിലെത്തുകയും അവിടെ യാത്ര അവസാനിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ സുഖോത്തായിൽ നമുക്കിന്ന് ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ അവിടെ ഉണ്ടെന്ന് കേട്ടു. അതായത് അവിടുത്തെ ഒരു ട്രഡീഷനാണത്. എല്ലാ വർഷവും ഈ സമയമാകുമ്പോഴത്തേക്കും സ്ട്രീറ്റൊക്കെ ലൈറ്റപ്പ് ചെയ്ത് തിരികളൊക്കെ കത്തിച്ച് വെച്ച് ലാൻഡേണൊക്കെ കത്തിച്ച് വെച്ചിട്ടുള്ളൊരു പരിപാടി. അത് ശരിക്കും 15-ാം തീയതിയാണ്. അതിൻ്റെ തുടക്കം ഇന്ന് തൊട്ട് തുടങ്ങുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ നമ്മളിന്ന് സുഖത്തായിലെത്തി ചെക്ക് ഇൻ ചെയ്ത ശേഷം ആ ഒരു പരിപാടിക്ക് പോകും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പതിവ് പോലെ പെട്രോൾ പമ്പിൽ വന്നു. ഇവിടെ കഫേ ആമസോൺ ഉണ്ട്. എല്ലാവരും ഇവിടെ വന്ന് കോഫി ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെ കണ്ടില്ലേ, ഒരു പെട്രോൾ പമ്പാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ അതിനകത്തൊരു മാർക്കറ്റ് പ്ലേസ് പോലും ഉണ്ട്. പല സാധനങ്ങൾ വാങ്ങിക്കാവുന്ന രീതിയിൽ. അങ്ങനെ ഇവരുടെ യാത്രകളിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ഗ്യാസ് സ്റ്റേഷൻ എന്ന് വിളിക്കുന്ന പെട്രോൾ പമ്പ്. എന്ത് കാര്യങ്ങൾക്കായിട്ട് ഇവിടെ നിർത്തിയാൽ മതി, ടോയ്ലറ്റ് തൊട്ട് ആഹാരങ്ങളുടെ വെറൈറ്റി ആഹാരങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഇവരുടെ ഒരു ജനജീവിതം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് അനുകരിക്കാവുന്നൊരു കാര്യമാണ്. നമ്മളെപ്പോഴും പെട്രോൾ പമ്പിൽ ഒരു ടോയ്ലറ്റ് പോലും നല്ലതില്ലാതെ കഷ്ടപ്പെടും നമ്മുടെ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ. ഇതിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കായിട്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം, നന്നായിട്ട് റിലാക്സ് ചെയ്ത് യാത്ര തുടരാം. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് 200 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു. ഉഗ്ര ഹൈവേ ആണ്. ഉച്ചയ്ക്ക് 2:30 നമ്മൾ സുഖത്തായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 10:45 ആയിട്ടുള്ളൂ സമയം. നമ്മളിവിടെ ഒരു വിചിത്രമായ പേരുള്ള ഒരാളുണ്ട്. വിചിത്രമായ പേരൊന്നുമല്ല കേട്ടോ. തായ്ലൻഡ് വരുമ്പോൾ ഒട്ടും വിചിത്രമല്ല, ചൈനയിൽ പോലും വിചിത്രമല്ല. കേരളത്തിൽ മാത്രം കുറച്ച് വിചിത്രമാണ്. കാരണം പേര് ലീ ബാലകൃഷ്ണൻ എന്നാണ്. ഇതാരാ ഈ ചതി കാണിച്ചത്? ഞാനത് ചതിയായിട്ട് കൂട്ടുന്നില്ല. അച്ഛനല്ല, അച്ഛൻ്റെ അമ്മയാണ് എനിക്ക് പേരിട്ടത്. അച്ഛൻ്റെ അമ്മ ലീ എന്നൊക്കെ പറയുന്ന പേരുമായിട്ട് എത്ര ബന്ധമുള്ള? അത് നല്ലൊരു സ്കോളറായിരുന്നു അത്യാവശ്യം. അമ്മയ്ക്ക് അച്ഛമ്മയ്ക്ക് ലീ എന്നും ലിൻഡ എന്നും പേരുള്ള ഒരു അമേരിക്കൻ കപ്പിൾ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ലീ എന്ന പേര് എനിക്കും എന്നിട്ട് സിസ്റ്ററിന് ലിൻഡ എന്നുള്ള പേര് കിട്ടിയത്. അപ്പം നിങ്ങൾ ക്രിസ്ത്യൻസ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ഉടനീളം ജീവിതത്തിൽ? എപ്പോഴും അതൊരു തെറ്റിദ്ധാരണയായിട്ട് തോന്നിയിട്ടില്ല. പഠിച്ചതെല്ലാം ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലായിരുന്നത് കൊണ്ട്. സോ ഐ വാസ് വെൽ അലൈൻ വിത്ത് ദാറ്റ്. ആ ഒരു സിസ്റ്റവും. നാടെവിടെ ശരിക്കും? ജനിച്ചു വളർന്നത് കായംകുളം പുതുപ്പള്ളി. സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഹരിപ്പാട്. ഇപ്പം എന്താ ചെയ്യുന്നത്? ബൈ എഡ്യൂക്കേഷൻ ഞാൻ എഞ്ചിനീയറാണ്. ഞാൻ സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യുന്നു. ലാൻഡ്സ്കേപ്പറാണ്. ദുബായ് എന്ന് എപ്പോഴും പറയും. അജ്മാൻ ബേസ്ഡാണ്. അപ്പോൾ ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട രസകരമായ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പ്രത്യേകിച്ച് വെളിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും ഏതൊരു മീറ്റിങ്ങിന് ചെന്നിരുന്നാലും ദേ വിൽ നെവർ എക്സ്പെക്ട് എ ദ്രവിഡിയൻ ഫേസ് along with this such a name. അപ്പോൾ എല്ലാവരും ചോദിക്കും how could you get a name like that? അപ്പോൾ അത് എപ്പോഴും ഒരു ഐസ് ബ്രേക്കിങ്ങിന് എന്നെ സഹായിക്കാറുണ്ട്. അതൊരു സൗകര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ കോളേജ് റാങ്കിങ് ടൈമുകളിലൊക്കെ ഞാൻ ഒത്തിരി പാടും, നീ എന്താ റൊണാൾഡോ നായർ എന്നൊക്കെ മറ്റുള്ള ചോദ്യങ്ങളായിരുന്നു സീനിയേഴ്സ് ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നെ മക്കൾക്കും പേരിന് അവസാനം എഴുതിയിരിക്കുന്നത് എന്താ എന്നുള്ള. മക്കളുടെ പേര് എങ്ങനെയാ? പാർവതി എന്നും ഗൗരി എന്നും. പാർവതി അനു ലീ. അവർ എക്സ്പ്ലെയിൻ ചെയ്ത് മടുത്തു, ഇതന്നെ അവസാനം വന്നിട്ട് എഴുതിയേക്കണേ. എങ്കിലും ആദ്യമായിട്ട് പേര് ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്നുകൂടെ ചോദിക്കുമായിരിക്കും അല്ലേ? ലീ എന്താ അല്ലേ? ആ പേര് ചോദ്യം ഒന്നും ഉണ്ടാവും. വേറൊരു മലയാളി ലീ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇത് കണ്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും മലയാളി ലീ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെടണം. ലീ അടിമായ ലീ അടിമാലി. ഇത്ര നേരം ആലോചിക്കായിരുന്നു അവിടെ എന്താണൊരു പേരുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു രസകരമായ പേരാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന മനീഷിൻ്റെ മോളിപ്പം കുഞ്ഞുണ്ടായി. അപ്പം ത്രിനേത്ര എന്നാണ് കൊച്ചിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഈ ത്രിനേത്ര എന്ന് പേരെന്നൊക്കെ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും മനീഷ് വന്നപ്പം അവൾ പെട്ടെന്ന് പേര് പറ. അവൾ ചോദിക്കുക ത്രിമൂത്രി എന്ത് പറയുന്നത്?
അപ്പോൾ ഞാൻ മനീഷോട് പറഞ്ഞു ആ കൊച്ചിന് ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന ഈ പ്രശ്നമായിരിക്കും. പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ത്രിനേത്ര എന്ന് പറയുമ്പോൾ ഇതൊന്നുകൂടി ചോദിക്കും. അങ്ങനെ പറയും. പക്ഷേ ലീ വളരെ സിമ്പിളാണ് കേട്ടോ. ത്രിനേത്ര പോലെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്നതും മനീഷായിരിക്കും. കട്ട് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട് അവസാനം പറഞ്ഞു. ലീ കുഴപ്പമാണെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇല്ല, ലീ കുഴപ്പമെന്ന് പറഞ്ഞു. ലീ നല്ല പേരാണ്. പിന്നെ ലീ ബാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ മറ്റേ മത്തിയും അയലൊക്കെ അല്ല എന്താ പറയണ്ടേ, അലുവയും മത്തിക്കറി എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു തോന്നുന്നു. മുഴുവൻ പേരെങ്ങനെ? മുഴുവൻ പേര് ലീ ബാലകൃഷ്ണൻ വിദ്യാധര പണിക്കർ. അത്രയും അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു കാപ്പി കുടിക്കണ്ടി ഇപ്പോൾ. പിന്നെ ഏത് രാജ്യക്കാരും ഇത് ഓർത്തിരിക്കും. കോളേജിൽ നിഗ്നയിൽ നിൽക്കാത്തത് കൊണ്ട് എന്ത് കുഴപ്പം കാണിച്ചാലും ലീയും കൂട്ടിട്ട് അങ്ങനെ ഒരു വിഷയമൊന്നും ഉണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് സൈഡ് പെട്ടെന്ന് ആ ഒരു സ്പാർക്ക് കൂടി ഓർക്കാം. ലീ റൈറ്റ്. തിരുവനന്തപുരത്താണ് പറയുന്നത് അതല്ലോ ലീ തോന്നുന്നു പറയും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ പെട്രോൾ പമ്പുകളെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ജനജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല ഗംഭീര ടോയ്ലറ്റ്. ഞാൻ ഇന്നലെ പറയരുത് ഇത് എങ്ങനെ ഇത്രയും ക്ലീനാക്കിയിടുന്നത്. കാരണം നമ്മൾ ഇത്രയും ഗ്യാസ് സ്റ്റേഷൻസിൽ പോയിട്ട് ഒരു ടോയ്ലറ്റും ആരും ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ വളരെ ക്ലീനാണ് അത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. കണ്ടില്ലേ, എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ട്. നല്ല ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ടുകൾ ഇരിക്കുന്നുണ്ടോ, നല്ല ഫ്രഷ് സാധനങ്ങൾ കണ്ടില്ലേ. ഇവിടുത്തെ പഴങ്ങൾ കണ്ടോ, പലതും നമുക്ക് അറിയാത്ത തരം പഴങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ്, അവിടെയെല്ലാം യുവതികൾക്ക് ധരിക്കാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കമ്മലുമാല വളകൾ. ഇവിടേക്ക് വരുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. കൂടാതെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചിക്കനും അതുപോലുള്ള സാധനങ്ങളൊക്കെ, നഗറ്റ്സ്, ഇതൊക്കെ ഇവരുടെ തനത് സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഈ മീറ്റ് ബോളാണെന്ന് തോന്നുന്നു. അച്ചാറ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇവിടെയൊക്കെ ചെറിയ മൊബൈലൊക്കെ ഇടാവുന്ന ബാഗുകൾ. അവിടെ CD പ്ലെയർ ഉൾപ്പെടെയുള്ള CD ഡിസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സ്ത്രീകളുടെ ചെറിയ ചെറിയ ഉടുപ്പ് സാധനങ്ങളൊക്കെ വയ്ക്കുന്നു. ഇതിവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ് ഈ കാണുന്ന ബോട്ടം ഡ്രസ്സ്, കൊച്ചുകുട്ടികളുടെ ഡ്രസ്സ്. നമ്മുടെ ഷൂ ഒക്കെ പോലുള്ള സാധനങ്ങളുടെയൊക്കെ ഔട്ട്ലെറ്റ്. ഏറ്റവും അവസാനമായിട്ട് ഒരു 7-Eleven കാണും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. ഇപ്പോൾ ഇതിനകത്ത് തീരെ അപ്രസക്തമായി പോയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പമ്പിൻ്റെ നടുക്കുണ്ട് പെട്രോൾ അടിക്കാൻ. അത് കുഞ്ഞ്, ബാക്കി എല്ലാ സാധനങ്ങളും വളരെ വലുത്. അങ്ങോട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് പോലുള്ള സംഭവങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് നമ്മുടെ നാട്ടിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക, പല സ്ഥലങ്ങളിൽ ആഹാരം അന്വേഷിച്ച് പോകുന്നു, ടോയ്ലറ്റ് അന്വേഷിച്ച് പോകുന്നതൊക്കെ ഒഴിവാക്കാം. ഇതൊക്കെ നമ്മുടെ ടൂറിസം മിനിസ്റ്ററൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മിനിസ്റ്റർമാർ ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ, ലോകം മുഴുവൻ പോകും, ഒന്നും നാട്ടിൽ വന്ന് നടപ്പിൽ വരത്തില്ല. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്കെന്നാൽ പോകാമല്ലേ ഇനി. നമ്മളിപ്പോൾ സുഖോത്തായിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ പറയില്ലേ ഫാം ടൂറിസം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫാം ഹൗസിൽ ഒരു നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നിങ്ങൾ കഴിക്കാം. ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. വളരെ ഗ്രാമീണമായ അന്തരീക്ഷം. ഗ്രാമീണ കന്യകൾ കുളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെ അകത്ത്. ആണ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിരുന്നറിയോ, ഇതിൻ്റെ കൂടെ പച്ചക്കറി എന്നിരിക്കുന്നുണ്ടോ, ഇത് പയറാണ്, വേവിക്കാത്ത പയറാണ്. ഇതൊക്കെ കടിച്ച് നിന്ന് ഇതുപോലെ മറ്റുള്ളവരുടെ പ്ലേറ്റിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചു വേണം നമ്മളിവിടെ നോക്കാൻ. ഇത് പിന്നെ നല്ല എരിവുള്ള സോസ്, നല്ല രസം കഴിക്കാം.
അടിപൊളി ഏ ഇവിടെ ഫുള്ള് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് എക്സെപ്റ്റ് ദിസ് കിളികളുടെ കുറെ മലയാളികളുടെ ആക്രോശം. സത്യം ഇത് ഈ എരിവ് കഴിയുമ്പോൾ കിളി പോയ പോലെ തോന്നുകയും ചെയ്യും ഉയ്യോ എന്ത് എരിവാ ആ ബാർബർ ഇത് നമ്മുടെ സൈഡിൽ നിന്ന് കഴിക്കുന്ന സ്ഥലം ഇനി അവിടെ ഈ ഒരു പട്ടാണല്ലോ നമ്മുടെ നാട്ടിൽ എറിഞ്ഞു കളയുന്ന സാധനമാണ്. എന്താ അത് എന്നാ ടേസ്റ്റ് ആണ്. പേരക്കല്ലേ നോ പേരക്ക. പിന്നെന്താ ഇത് ബ്രിഞ്ചിള് എന്തോ ഒരു പേരുണ്ട് നാട്ടിൽ. ഇത് സാധനം എന്താ ബ്രിഞ്ചിള് പുഞ്ചളാണോ ചെറിയ ബേബി ബ്രിഞ്ചിൾ. ആ ബേബി പുഞ്ചൾ ഇത് ചുമ്മാ അടിക്കാൻ തരുന്നു അല്ലേ പിന്നെ നമുക്ക് മെയിൻ റെസ്റ്റോറൻ്റ് അവിടെ നിന്ന് പോവാം നല്ല ഭംഗിയാണ് അവിടുത്തെ ഈ ഒരു ഒട്ടും പ്രകൃതിക്ക് ഭംഗമേക്കാത്ത രീതിയിൽ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താ ഇത് കണ്ട ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ വരുന്നുണ്ട് നമ്മുടെ വാഗമണിൽ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന ചെറിയൊരു വില്ലയുണ്ട് അതിന് ഈ ഒരു സെറ്റപ്പ് പറ്റും എന്ന് എനിക്കിപ്പോൾ കണ്ടപ്പോൾ തോന്നി ഈ ഒരു തടി സംഭവങ്ങൾ അല്ലേ നല്ല ഭംഗിയായിരിക്കും അടിപൊളി എൻ്റെ പേര് കണ്ടോ സെവൻ ഖലോക്ക് സുഖത്തായി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇട്ടിരിക്കുന്നത് ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല രസമുള്ള തടിയുടെ സംഭവങ്ങൾ പിന്നെ അങ്ങോട്ട് കാണുന്നത് വലിയ ഫാമാണ് ഫാമിലില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല എനിക്ക് ന്യൂസിലൻഡിലൊക്കെ പോയപ്പോൾ കണ്ട ചില ഫാമുകളുടെ പോലത്തെ ഒരു ഓർമ്മ വന്നു അത് നല്ല മനോഹരമായിട്ടുണ്ട് ഇവിടുത്തെ ഒരേ ഒരു പ്രശ്നം റെസ്റ്റോറൻറ്റ് 2 പേരേ ഉള്ളൂ ഓർഡർ എടുക്കാൻ ഒരു പെൺകുട്ടി അടുക്കളയിൽ ഒരു പെൺകുട്ടി ഓർഡർ എടുത്ത പെൺകുട്ടി ഓർഡർ എടുത്ത ഉടനെ അടുക്കളയിലേക്ക് പോകുന്നു അവളും കൂടെ നിന്ന് പാകം ചെയ്യുന്നു പക്ഷേ വല്ല ശാന്തം ഇവർക്കൊന്നും ജീവിതത്തിൽ ഒരു തിരക്കുമില്ല അതുകൊണ്ട് ഇവർക്കൊന്നും ഒരു വിഷയമല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുവരെ ഫുഡ് റെഡിയായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അടുക്കളയിൽ ചെന്ന് വഴക്കുണ്ടാക്കും ഇതാ ഇവിടെ ഭംഗിയുള്ള അടുക്കളയും അല്ല ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ ആണെങ്കിലും ഇത്ര ഉള്ളിലേക്കാണെങ്കിലും ബിയറൊക്കെ കണ്ടോ ബിയറൊക്കെ വിൽക്കുന്നുണ്ട് നമ്മളിതൊക്കെ വളരെ സേക്രഡ് സാധനങ്ങളായിട്ട് വെച്ചിരിക്കുകയല്ലേ ആർക്കും കൊടുക്കാതെ നമ്മൾ ക്യൂ നിന്ന് വാങ്ങിക്കണം ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇത് കുടിച്ചുകൊണ്ട് ഇവിടെ ആരും ഇവിടെ ബഹളം ഉണ്ടാക്കുന്നുമില്ല എല്ലാം നല്ല വൃത്തിയും ഭംഗിയുമായിട്ട് വെച്ചിരിക്കുന്നു എന്നാലും നല്ല രസമുള്ള ഒരു ആംബിയൻസും ഞാൻ പറയാം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെല്ലാം ഓർഡർ ചെയ്തു അവിടെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ ആകെ 2 പേരേ ഉള്ളൂ അടുക്കളയിൽ അപ്പം നമ്മുടെ കൂടെയുള്ള വീട്ടിലെ ജീവിതത്തിൽ അടുക്കള കയറിയിട്ടില്ലാത്തവരൊക്കെ ഇവിടെ അടുക്കള കയറി ഓരോന്നുണ്ടാക്കാൻ തുടങ്ങി കണ്ടോ ഇതൊക്കെ അവരുണ്ടാക്കിയാണ് അതിൻ്റെ കണ്ടല്ലോ കോലം കണ്ടല്ലോ ആദ്യമായിട്ട് അടുക്കള കയറിയില്ല അവിടെ നിന്ന് അവരെ കൊണ്ട് ഇത് ഉണ്ടാക്കിപ്പിച്ചു കാരണം എല്ലാവർക്കും വിശക്കുന്നു 2:30 കഴിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഉണ്ടാക്കിപ്പിച്ച് ബാക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഇനി സീ ഫുഡ് കിട്ടാൻ ഇനി സമയം എടുക്കും അല്ലേ സീ ഫുഡ് ഫ്രൈഡ് റൈസിന് ഇനി സമയം എടുക്കും കാത്തിരിപ്പിന് ശേഷം ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ സീ ഫുഡ് ഫ്രൈഡ് റൈസ് വന്നിരിക്കുകയാണ് ഇതിന് കൂടെ നമ്മൾ സീ ഫുഡ് ഫ്രൈ എന്ന സാധനം പറഞ്ഞിട്ടുണ്ട് അതിന് എപ്പോൾ വരുമെന്ന് അറിയില്ല അത് പാഴ്സൽ കൊണ്ടുപോയിട്ട് വരാൻ സാധ്യതയുണ്ട് ഇവിടുത്തെ സ്ഥിതിയുണ്ട് നോക്കിയിട്ട് ഈ കൂടെ സോയ സോസ് ആ അതെ സംഭവം കണ്ടറിയാം ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിനോട് വിട പറഞ്ഞ് ബാങ്കോക്കിലേക്ക് പോവുകയാണ് നമ്മുടെ അവിടത്തേക്കുള്ള ദൂരം കാണിക്കുന്നത് 5 hours 44 minutes 433 കിലോമീറ്റർ 2 മണിക്ക് എത്തുമെന്ന് കാണിക്കുന്നു പക്ഷേ നമ്മുടെ ഇടയ്ക്കുള്ള ബ്രേക്കുകളൊക്കെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു 3:30 ആകും നമ്മളവിടെ എത്താനെന്നാണ്
അപ്പോൾ നമ്മൾ ബാങ്കോക്കിൽ എത്തി. സത്യം പറഞ്ഞുണ്ടല്ലോ, രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 500 കിലോമീറ്ററോളമാണ് നമ്മൾ ദൂരം കാണിച്ചത്. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു പതിവനുസരിച്ച് ചിന്തിച്ചു ഇത് മുഴുവൻ ഓടി ഇനി എപ്പോൾ എത്താനാണ്. പക്ഷേ നമ്മളിത് വളരെ കൂളായിട്ട് 1 മണിക്ക് എത്തി. നമ്മൾ 8:15 മറ്റാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത്. 1 മണിക്ക് 500ഓളം കിലോമീറ്റർ ഓടി നമ്മൾ ബാങ്കോക്കിലെത്തി. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, നമ്മുടെ സമയമൊന്നും പോകാത്ത രീതി, നമ്മുടെ സമയം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് 185 കിലോമീറ്റർ ഓടാൻ തന്നെ 6 മണിക്കൂറൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ 500 കിലോമീറ്റർ 5-6 മണിക്കൂർ കൊണ്ടെത്തി. അപ്പം ഇവരൊക്കെ എന്താ പറയുക, ഇവരുടെയൊക്കെ ജീവിതം വേസ്റ്റ് ആകാതെ ജീവിക്കുന്നവരാണ്. നമ്മുടെ ജീവിതം എപ്പോഴും റോഡിൽ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ദുഃഖസത്യം. അതോടെ നിൽക്കട്ടെ. അതായത് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു നല്ല മനോഹരമായ റെസ്റ്റോറൻറ്റിലാണ്. അതായത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നടുവിലിങ്ങനെ കുറേ ഡൈനിങ് ഏരിയ ഉണ്ട്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒരുമിച്ചുണ്ട്. നമുക്ക് ഒരു ഫുഡ് കോർട്ട് പോലെ നമുക്കത് ഓർഡർ ചെയ്തിട്ട് പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് കഴിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സ്ഥലങ്ങൾ, വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ നല്ല തിരക്കാന്ന് പറഞ്ഞത്. പല ഡൈനിങ് ഏരിയാസ് ഉണ്ട്. നമുക്ക് എത്ര പേരുണ്ടോ അതനുസരിച്ച് നമുക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പോലെ എവിടെയൊക്കെ പോകാം. ബാങ്കോക്കാണല്ലോ, എല്ലാം അടിച്ചു പൊളിക്കേണ്ട ഒരു സ്ഥലമായതുകൊണ്ട് എവിടെയും പോകാം. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ വാഹനങ്ങൾ തിരിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈ റെൻ്റേ കാറിൽ തിരിച്ചു കൊടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ ആർക്കും ഇഷ്ടമുള്ള പോലെയൊക്കെ എവിടേക്കും പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം. ആ നടുവിലിരിക്കുന്നുണ്ട് മുഴുവൻ ഡ്രാഫ്റ്റ് ബിയറിൻ്റെ ആ ഒരു ഡിവൈസാണ് ഇരിക്കുന്ന മുഴുവൻ സാധനവും. അതിൻ്റെ ടാപ്പും സാധനങ്ങളൊക്കെയാണ്. ഒട്ടും ചൂടില്ല, വലിയ കൂളറുകളൊക്കെ വെച്ചിട്ട് സുഖമായിട്ടിരിക്കാം. കണ്ടില്ലേ, ഇത്തരത്തിലുള്ള ഫുഡ് കോർട്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാനല്ലേ പറ്റൂ. നമ്മുടെ നാട്ടിൽ വെച്ചാൽ കേരളത്തിൽ സ്ഥലം കുറവാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്താ പറയണ്ട, പല പെർമിഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ ബുദ്ധിമുട്ടിച്ച് ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു രാജ്യമാണല്ലോ നമ്മുടെ. എന്തായാലും നമുക്ക് ഇരിക്കാം. നമ്മുടെ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫിഷാണ് മെയിൻ ഐറ്റം. അതിൻ്റെ കൂടെ സൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചോറുണ്ട്. അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം ടേബിളിലേക്ക് വെക്കാനുള്ള പരിപാടിയിലാണ്. എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഫിഷിൻ്റെ പലതരത്തിലുള്ള ഫ്രൈകൾ. നല്ല രസമാണ്. വെറുതെ പൊടിഞ്ഞു പോകുന്ന പോലുള്ള ഫ്രൈ ഉണ്ട്, കൂടാതെ ഇതുപോലുള്ള ഫ്രൈ ഉണ്ട്. ഇതെല്ലാം ഇടുന്നത് ഒരു ചെറിയ സോസിലായിരിക്കും ഇടുന്നത്. ചെറിയ വെള്ളമുണ്ട്. ആ വെള്ളം മീൻസ് ആ ഒരു സോസ് ഉള്ള ആ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ പോർക്ക് കഴിക്കുന്നവരാണെങ്കിൽ ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ട്. പോർക്കിൻ്റെ അടിപൊളി സാധനങ്ങൾ. പിന്നെ സ്കിഡിൻ്റെ ഇടിവിട്ട് പല സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ പച്ചക്കറി എല്ലാത്തിലും ഉണ്ടാവും. പച്ചക്കറി ഇല്ലാത്ത പരിപാടികളില്ല. അപ്പോൾ നമ്മളങ്ങനെ 9 ദിവസം മുമ്പ് രാവിലെ ഫ്ലാഗ് ഓഫ് ചെയ്ത് പോയ സ്ഥലമാണ് നമ്മുടെ വണ്ടികൾ ഇവിടെ നിരന്ന് കിടക്കുന്നു. ഈ സൈഡ് നിരന്ന് കിടക്കുക നമ്മുടെ വണ്ടികൾ. കേട്ടോ, 9 ദിവസം മുമ്പ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നമ്മുടെ വണ്ടിയാണെങ്കിലും തിരിച്ച് ഏറ്റവും അവസാനമാണ് ഞങ്ങൾ വരുന്നത്. കാരണം ഞങ്ങളുടെ വഴി തെറ്റി കുറച്ചൊക്കെ അങ്ങ് പോയി. ഞങ്ങളുടെ കുറ്റമല്ല, ഇവിടുത്തെ റോഡിൻ്റെ കുറ്റമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് മൊത്തം ഇന്ത്യക്കാരാണല്ലോ ഇവിടെ നിൽക്കുന്നത്. വൈദിസ് കൊലവറടി അല്ലേ, ആന്ധ്രക്കാരൊക്കെയാണല്ലോ. അങ്ങനെ ഇതാ ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻസിൻ്റെ നമ്പർ 1 വണ്ടി തിരിച്ച് നമ്മൾ ബാങ്കോക്കിലെ മോണ്ടിയൻ റിവർസൈഡ് ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. എൻ്റെ അമ്മോ, എനിക്കത് 2500 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടല്ലേ. 2500 കിലോമീറ്റർ നമ്മൾ ഓടിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്ന് രാവിലെയൊക്കെ 500 കിലോമീറ്റർ ഓടി വന്നു. പക്ഷേ ഒട്ടും ഒരു ക്ഷീണവും ഇല്ല, ഒന്നുമില്ല. അതാണ് ഇവിടുത്തെ റോഡും ട്രാഫിക്കും തകർപ്പൻ. അപ്പോൾ ഇനി ക്യാമറ ഓഫ് ചെയ്യാൻ പോകും. കാരണം ഞങ്ങളിനി ബാങ്കോക്കിലേക്കൊക്കെ പോകും. അവിടെ ക്യാമറ ഓൺ ചെയ്തതെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു. അതുകൊണ്ട് അതൊന്നുമില്ല. അപ്പോൾ നമ്മളിനി
എന്താ പറയുക ബാങ്കോക്കിൻ്റെ നൈറ്റ് ലൈഫിലേക്ക് ഒന്ന് ഇറങ്ങുന്നു, തിരിച്ചു വരുന്നു, നാളെ ഉച്ചയ്ക്ക് വണ്ടി കൊണ്ടുപോയി കൊടുത്ത് അതുവഴി എയർപോർട്ടിലും പോകുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ 10ാം ദിവസം മറ്റ് പരിപാടികളൊന്നുമില്ല. ഞങ്ങൾ നാട്ടിലേക്ക് ഇതിൻ്റെ ശല്യമായിരുന്നു ഈ ദിവസം മുഴുവൻ 10 ദിവസവും. ഇപ്പോഴും അവസാനം ശല്യം. എന്തായാലും ഞങ്ങൾ നേരത്തെ കയറ്റി വിടുക, ദുബായിക്ക് വിടുക അല്ലേ, ബഹറിലേക്ക് നേരത്തെ ഫ്ലൈറ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ 9 ദിവസം നീണ്ട റോഡ് യാത്ര ഗംഭീരമായിരുന്നല്ലേ എല്ലാവരുടെ അഭിപ്രായം ഇല്ലേ? അടിപൊളിയായിരുന്നു. നമ്മൾ 2500 കിലോമീറ്റർ അധികം ഓടി, ദിവസം 300-400 കിലോമീറ്റർ 500 വരെ ഓടിയ ദിവസങ്ങളുണ്ട്. അതുപോലെ കാഴ്ചകൾ കാണാനും വൈകുന്നേരങ്ങളൊക്കെ അർമാദിക്കാനും ഒക്കെ എല്ലാത്തിനും സമയം കിട്ടി. ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയിട്ട് പിന്നെ എല്ലാവർക്കും ഫ്രീ ടൈം ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്ത് പോവാണ്. അപ്പം എന്താണ് മുതലാളി, നമ്മുടെ ഫെയർ ഫ്യൂച്ചറിൻ്റെ മുതലാളി എന്താണ് പറയാനുള്ളത് ഈ യാത്രയെ പറ്റി? കാരണം ഒരു കാര്യം കൂടെ പറയട്ടെ, അതായത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ ഏജൻസി ഇങ്ങനെ ഒരു ഡ്രൈവിംഗ് ഹോളിഡേ നമുക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നത്. ആർക്ക് വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ഇത് ഹിസ്റ്ററി ഓഫ് കേരള ട്രാവൽ ഏജൻസ് അല്ലേ ആണ് ഇങ്ങനെ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രത്യേകിച്ചും ഒരു വളരെ വിശേഷമുള്ള കാര്യം തന്നെയാണ്. ഇനിയും തുടർന്നത് ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻ ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങളെ പറ്റി നമുക്ക് ചോദിക്കാം. എന്താണ് വിഘ്നേഷ പരിപാടി? ആദ്യം തന്നെ നമുക്ക് ബൈച്ചേട്ടനോട് താങ്ക്സ് പറയുന്നു, ഈ ഒരു ഐഡിയ പറഞ്ഞതും. പിന്നെ ഈ കോൺസെപ്റ്റ് അത് ഓൾ ഇന്ത്യയാണ്, ഓൾ ഇന്ത്യയാണ് ഇത് ഫുൾ നോക്കി ചെയ്ത് കണ്ടത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ പുതിയൊരു ക്ലബ്ബ് ലോഞ്ച് ചെയ്യുവാണ്. ഫെയർ ഫ്യൂച്ചർ പാത്ത് ഫൈൻഡേഴ്സ് എന്നാണ് ഈ ക്ലബിൻ്റെ പേര്. അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് മെമ്പേഴ്സാണ് ഇവരെല്ലാവരും. അടിപൊളി. നമ്മൾ വഴി വെട്ടി കാണിച്ചവരാണ്. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ വണ്ടി ഓടിച്ച് 50 രാജ്യങ്ങൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ പാത്ത് ഫൈൻഡറിൻ്റെ ഏതൊരു പുതിയ റൂട്ട് വരുമ്പോഴും ആദ്യം ഇവർക്കായിരിക്കും നമ്മളത് ഇൻഫോം ചെയ്യുന്നത്, എന്നിട്ടേ അത് വെളിയിൽ പോകത്തുള്ളൂ. വേറെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സംഭവം? ഓഫ് കോഴ്സ് 100% അല്ല, 100% ഇവർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാവും. അല്ല, ഫെയർ ഫ്യൂച്ചർ ആയതുകൊണ്ട് കിട്ടും തീർച്ചയായിട്ടും. അങ്ങനെയുള്ളൊരു കമ്പനിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇനി അല്ലേ ഏറ്റവും അടുത്ത ഡെസ്റ്റിനേഷൻ അതായിരിക്കും? ഏറ്റവും അടുത്ത നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഫെബ്രുവരിയിൽ സൗത്ത് ആഫ്രിക്കയിൽ ആ റൂട്ടിനെ കുറിച്ച് നോളിൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു എന്താ പറയുക റോഡുകളൊക്കെ ഉള്ള സ്ഥലമാണ് സൗത്ത് ആഫ്രിക്ക. ഞാൻ ഒരിക്കൽ അങ്ങായിരുന്നു ഇങ്ങേ അറ്റം വരെ ബസ്സിലിരുന്ന് പോയിട്ടുണ്ട്, ഓടിച്ചു പോയിട്ടില്ല. എവിടേക്കാണ് നമ്മളവിടെ പോകാനുള്ള പരിപാടി ഇട്ടിരിക്കുന്നത്? നമ്മൾ ഏറ്റവും മനോഹരമായ ഗാർഡൻ റൂട്ടായിരിക്കും അതിൽ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ കേപ്പ് ടൗണിൽ നിന്ന് വണ്ടി ഓടിച്ച് നമ്മുടെ ചാപ്സ്മൻ പീക്കും നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ വീനേർഡ്സ് അവിടെയാണ് വരണത്, കേപ്പ് പ്രൊവിൻസിൽ. അവിടെ നിന്ന് നമ്മൾ ഓടിച്ച് നമ്മൾ പോർട്ട് എലിസബത്ത് വരെ നമ്മൾ ഗാർഡൻ റൂട്ട് കവർ ചെയ്യും. ഇപ്പോൾ ഇതിനിടയിൽ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ബിഗ് 5 എന്ന് പറഞ്ഞ പോലെ അവിടെ ബിഗ് 7 ഉണ്ട്. ആ സീസണിൽ ബിഗ് 7 കിട്ടും. ബിഗ് 7 എന്ന് പറഞ്ഞാൽ സദേൺ റൈറ്റ് വെയിൽസ് വരും ആ കോസ്റ്റിൽ. അപ്പോൾ നമുക്ക് കോസ്റ്റിൽ നിന്ന് നമുക്ക് വെയിൽ വാച്ചിങ് ഉണ്ട് അവിടെ. പിന്നെ ഷാർക്ക് കേജ് ഡൈവിംഗ് ഉണ്ട്. പിന്നെ വേൾഡിലെ തന്നെ ഹയസ്റ്റ് ആയിട്ടുള്ള ബഞ്ചി ജമ്പിങ് ഉണ്ട്, സിച്ചിക്കാമ ബഞ്ചി ജമ്പിങ്. പിന്നെ ഓസ്ട്രിച്ച് ഫാംസ് ഉണ്ട്. അപ്പോൾ അറ്റമുണ്ട്. അതെ, കേപ്പ് അഗുലാസ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ഇതെല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു ഐറ്റിനറിയാണ് ഞങ്ങൾ മോസ്റ്റ് പ്രോബ്ലി ഫെബ്രുവരിയിൽ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തുടർന്നും ആ ഒരു യാത്രയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി താമസിച്ച് കഴിഞ്ഞാൽ ബഹറിനിൽ പോകേണ്ട ഇവിടെ കുടുങ്ങിപ്പോകും. തായ്ലൻഡ് ആയതുകൊണ്ട് ഇവിടെ കുടുങ്ങിപ്പോകുന്ന ഇഷ്ടമായിരിക്കും. എങ്കിൽ പോലും നമുക്ക് കയറ്റി വിട്ടേ പറ്റൂ. അതുകൊണ്ട് കയറ്റി വിടുക അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വണ്ടി കൊടുക്കുന്നത് നമ്മൾ തിരിച്ച് എയർപോർട്ടിൽ തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ കയറി പോകുന്നു. അപ്പോൾ അല്ലേ അതോടെ പറഞ്ഞു ഒരു US ഒരു പ്ലാൻ നടക്കുന്നുണ്ട്. അതും കൂടി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏപ്രിൽ അല്ലെ മെയിലായിരിക്കും. അതൊരു US ഒന്നിലെ ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങും എന്താണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏപ്രിൽ അല്ലെ മെയിൽ അതും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിലത്ത് നിൽക്കുന്നില്ല, ഇല്ല, മൊത്തം റോഡിലാണ്. അതെ, റോഡിലാണ്, മൊത്തം റോഡിലാണ് ഇനിയുള്ള ജീവിതം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി പോകല്ലേ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. എൻ്റെ വക താങ്ക്സ്, ഫെയർ ഫ്യൂച്ചറിൻ്റെ വക താങ്ക്സ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്. അതോടൊപ്പം തന്നെ ഇനി ഒരാളോട് നന്ദി പറയുന്നുണ്ട്. അത് ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ശ്യാം. കാരണം ശ്യാം വളരെ കഷ്ടപ്പെട്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്തത്. മറ്റൊരു കാര്യമുള്ളത്, ഞാനെപ്പോഴും വിദേശ യാത്രകളിൽ ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ക്യാമറമാനോട് കൂടെ വന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരുടെയും വക ശ്യാമിനും ഒരു നന്ദി. അതെ.
നമ്മൾ സുവർണഭൂമി എയർപോർട്ടിൽ വന്നു. നമ്മുടെ കാർ റെൻ്റൽ കമ്പനിയുടെ ആൾക്കാർ വന്ന് വണ്ടി മുഴുവൻ പരിശോധിക്കുകയാണ്. മുമ്പേ പോകും അവർ ഇതിനൊക്കെ സ്ക്രാച്ചൊക്കെ നമുക്ക് ആദ്യം നോക്കിയതൊക്കെ തന്നെ ഉള്ളോ, കൂടുതൽ സ്ക്രാച്ച് ഉണ്ടോ, അതുപോലെ വൈപ്പർ അടക്കം ഇട്ട് നോക്കുന്നുണ്ട്, എല്ലാം ഓൺ ആകുന്നുണ്ടോ, എന്തെങ്കിലും മെക്കാനിക്കൽ പ്രശ്നങ്ങളുണ്ടോ എല്ലാം പരിശോധിക്കണം. ആ ചേച്ചി പോട്ടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ആണ് വണ്ടി അവർ എടുത്തുകൊണ്ട് പോവുള്ളൂ. എന്നിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകും. വളരെ സൗകര്യമുള്ള പരിപാടി കേട്ടോ. നമ്മുടെ വണ്ടികളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ 6 വണ്ടികളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ടൊയോട്ട ഫോർച്യൂണറുകളോട് വിട പറയാൻ സമയമായി. 10 ദിവസം നമ്മോടൊപ്പം സഞ്ചരിച്ച വാഹനങ്ങളാണ്. ഒരു പോറൽ പോലും ഉണ്ടാക്കാതെ നമ്മൾ കൊണ്ടു നടന്നു. മൈലേജ് ഞാൻ മാക്സിമം എഴുതി കണ്ടത് 12.7 ആണ്. എത്ര ടാങ്ക് പെട്രോൾ അടിച്ചു, എത്ര ടാങ്ക് ഡീസൽ അടിച്ചാണ് നമ്മളിപ്പോൾ? 3 അടിച്ചു കാണും അല്ലേ? ഓൾമോസ്റ്റ് 4 ടാങ്ക് പെട്രോൾ വേണ്ടി വന്നു നമുക്ക് ഇത്രയും ഓടാൻ. കാരണം വെച്ചാൽ നമ്മളെല്ലാം സ്പീഡെന്നൊക്കെ പറഞ്ഞാൽ 120 മിനിമം സ്പീഡിലൊക്കെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്. പല സ്ഥലങ്ങളിലും സ്പീഡ് കുറവെങ്കിലും പിന്നെയും 120 ഞങ്ങൾ അച്ചീവ് ചെയ്തു. അതുപോലെ തന്നെ വലിയ മലമ്പ്രദേശങ്ങളും അതുപോലെ ഹൈവേകളും എല്ലാം കടന്ന് തകർപ്പൻ യാത്രയായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ വണ്ടികളെല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്കിവിടെ ഒരാളെ പരിചയപ്പെടുത്തരാം. തായ്ലൻഡിൽ 25 വർഷം മുമ്പ് വരികയും അത് പഠിക്കാൻ വന്ന MB. അതിനുശേഷം ഇവിടെ ഇപ്പോൾ വലിയ എന്താ പറയുക ട്രാവൽ ഏജൻസിയും കുറേ ഹോട്ടലുകളും ഒക്കെ ഉള്ളൊരു മലയാളിയായ വിനീതിനെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വിനീത്. നമസ്കാരം വിനീത്. അപ്പോൾ വിനീത് 25 വർഷമായി അല്ലേ വിനീത് ഇവിടെ വന്നിട്ട്? 25 വർഷം. അപ്പോൾ ഇവിടെ മലയാളി ഹോട്ടലുകൾ കാണുന്നുണ്ടല്ലോ, ഏതൊക്കെയാണ്? നമുക്കൊരു ഒരെണ്ണം ദക്ഷിൺ എന്ന് പറഞ്ഞ ഒരു മലയാളി റെസ്റ്റോറൻറ്റ്. അതെവിടെയാണ്? അതിവിടെ സുക്കുമിറ്റ് 22 ബാങ്കോക്കിലെ ഹൃദയത്തിൽ തന്നെ. അതെ. അത് മലയാളി ഫുഡാണോ? അവിടെ ദക്ഷിൺ മലയാളി ഫുഡാണ്. അതെ. പിന്നെ വേറെ 4-5 റെസ്റ്റോറൻറ്റ്. പിന്നെ വേറെ ഒരെണ്ണം നമ്മൾ പ്രത്തുനം ഏരിയയിൽ അവിടെ ഒരു ചോളാസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ ഫുഡ്. പിന്നെ ഒരു സുക്കുമിറ്റ് 11 ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, സാഫ്രോൺ എന്ന് പറയുന്നത്. അതും നോർത്ത് ഇന്ത്യൻ സാഫ്രോൺ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ബാങ്കോക്ക് എല്ലാം വരുന്നൊരു വഴിയാണ്. സോയ് 11 സോയ് 22. പിന്നെ ഒരെണ്ണം ശ്രീരച്ചയിൽ ടൈഗർ ടോപ്പിയനകത്തുള്ള ഒരെണ്ണമുണ്ട്. അവിടെ നമുക്കൊരു 500 കപ്പാസിറ്റി ഉള്ള റെസ്റ്റോറൻറ്റാണ്. അതായത് ശ്രീരച്ച ടൈഗർ സൂവിൻ്റെ ഉള്ളിൽ എല്ലാവരും ഉണ്ട്. അതെ. അതും നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്. പിന്നെ ഒരെണ്ണം ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്ത്. അതെ, ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്ത് മാൽഗുഡി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അതും ഓൾമോസ്റ്റ് ഒരു 200 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള റെസ്റ്റോറൻറ്റ്. അപ്പോൾ അങ്ങനെ 5 റെസ്റ്റോറൻ്റ് ആയി അല്ലേ? ഇനി എന്താ പരിപാടി? അടുത്ത എവിടെയാണ് റെസ്റ്റോറൻറ്റ്? അടുത്തത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എവിടെ തുടങ്ങുന്നത്. എങ്ങനെയുണ്ട് തായ്ലൻഡിൽ മൊത്തം ജീവിതം എങ്ങനെയുണ്ട്? ഇവിടെ ഒരു ബിസിനസ് ഫ്രണ്ട്ലി എൻവയറൺമെൻ്റ് ആണ്. നമുക്കൊരു ബേസിക്കലി ഇപ്പോൾ എൻ്റെ ഒരു 36 ഇയേഴ്സിൽ ഇന്ത്യയിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം എനിക്കിവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റീസ് വൈസ് ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളെ എക്സ്പ്ലോർ ചെയ്യാനും നമ്മളൊരു ഹാർഡ് വർക്കിംഗ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഒരു ബെസ്റ്റ് ഒരു സ്ഥലമാണ്. ഓബ്വിയസ്ലി ഇവിടെ കൾച്ചറും ഇതെല്ലാം അഡാപ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇനിയും നല്ലതായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. ഇവിടുത്തെ ഭാഷ അത്യാവശ്യമല്ലേ? ഭാഷ നമുക്ക് അറിഞ്ഞാൽ ഇനിയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ കുറച്ചൊരു ഓപ്പർച്യൂണിറ്റീസ് ഇനിയും ആൾക്കാരുടെ പിന്നെ ഇവിടുത്തെ ഒരു കൾച്ചറും ഇത് നമ്മൾ ഡെഫിനറ്റ്ലി ഒന്ന് അറിഞ്ഞ് ഇരിക്കണം. എന്നാലേ ഇവിടെ ആൾക്കാർക്ക് കുറച്ചൊരു ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു വ്യവസായം തുടങ്ങണമെങ്കിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ രാഷ്ട്രീയക്കാരുടെയും പോലീസിൻ്റെ ഇടപെടൽ, മറ്റേ എന്താ പറയുക പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ലോക്കൽ കക്ഷികളുടെയൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് ബേസിക്കലി നമ്മൾ പ്രോപ്പറായിട്ട് ബിസിനസ് ചെയ്തു പോവുക. ഇവിടെ അങ്ങനെ ആരും അവരെന്താ ചെയ്യുന്നത് ഇവരെന്താ ചെയ്യുന്നത് ആരും നോക്കുന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്തു പോവുക. അതിനുള്ള സപ്പോർട്ട് ഗവൺമെൻറ്റും കാര്യങ്ങളും ചെയ്തു തരും. ഗവൺമെൻറ് ആൾക്കാരും അങ്ങനെയാണ്. ഇവിടുത്തെ ഈ വാടകയും അങ്ങനെയുള്ളതൊക്കെ എങ്ങനെ ഭയങ്കര കോസ്റ്റ്ലി ആണോ? ഇവിടെ വാടക ബേസിക്കലി നമ്മുടെ ഇവിടുത്തെ ഒരു ബിസിനസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് റീസണബിൾ ആണ്. അങ്ങനെ ഭയങ്കര വഴി. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം പീക്ക് സ്ഥലമാണെങ്കിൽ ഒരു 300,000 400,000 തായ് ബാത്താണ് വാടക വരുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മുടെ ബിസിനസ് ടേൺ ഓവർ വെച്ചിട്ട് അത് നമുക്ക് വേർത്താണ് അവിടെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത്രയും ടൂറിസ്റ്റ് വരുമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അത്രയും വാടക കൊടുത്താലും നമുക്ക് ബിസിനസ് വയബിളായിട്ട് നടത്താൻ പറ്റും. ഇനി നമ്മൾ എപ്പോഴും പറയുന്ന ചോദ്യം ചോദിക്കട്ടെ, കേൾക്കാറുള്ള ചോദ്യം, അതായത് ഇന്ത്യക്കാരിവിടെ വന്ന് അലമ്പുണ്ടാക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി അത് ഒരു ഐ മീൻ എല്ലാ നാഷണാലിറ്റീസും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. അപ്പം പക്ഷേ അത് ഐ മീൻ ഒരു ഇത്രയും വോള്യൂം ഓഫ് ടൂറിസം വരുമ്പോൾ ചെറിയ പെർസെൻറ്റേജ് ആണ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുള്ളൂ. അത് ഇവിടെ സോർട്ട് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും പറയേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ടൂറിസ്റ്റ് വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താൽ അത് ഇനിയും എൻട്രി ചെയ്യാം അവരുടെ എക്സ്പീരിയൻസസും എല്ലാ കാര്യങ്ങളും ഇവിടെ. പിന്നെ ഇതിൻ്റെ നാട് എവിടെയാണ്? ബേസിക്കലി ഞാൻ എറണാകുളമാണ്. പക്ഷേ നമ്മളൊരു 3rd ജനറേഷനായിട്ട് ബാംഗ്ലൂരാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്.
വൈഫൊക്കെ മലയാളിയാണോ തായിയാണോ? വൈഫ് മലയാളിയാണ്. സാധാരണ തായ്ലൻഡിലൊക്കെ വന്ന് തായ്ക്കാരെ കല്യാണം കഴിക്കേണ്ടതാണല്ലോ. അല്ല ഉണ്ടായില്ല. കുട്ടികളൊക്കെ എത്ര പേരാ? 3 കുട്ടികളും എല്ലാവരും ഇവിടെ പഠിക്കുന്നത്. അവരൊക്കെ മലയാളികളായിട്ടാണോ വളരുന്നത് അതോ? ഡെഫിനറ്റ്ലി അവർ പക്ക മലയാളിയാണ്. സ്കൂളിൽ പോകുന്നവരെ മലയാളം പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് അവർ ഇംഗ്ലീഷ് പഠിക്കുകയുള്ളൂ. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ തോന്നുന്നു. ഇപ്പം ഞാൻ ഇവിടെ നമ്മുടെ കൂടെ വന്ന എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇവിടെ ജീവിക്കാൻ തോന്നുന്ന ഒരു രാജ്യമാണ്. കാരണം അത്രയും ശാന്തമായൊരു രാജ്യം. നമ്മൾ അലമ്പുണ്ടാക്കാൻ പോലും ഒരലമ്പുമില്ല, സുഖമായിട്ട്. അതുപോലെ നമ്മുടെ കാര്യങ്ങളിലേക്ക് എത്തി നോക്കാൻ ആരുമില്ല. എല്ലാവരും വളരെ നല്ല ചിരിച്ച് പെരുമാറുന്ന മനുഷ്യരും, പിന്നെ എല്ലാ കാര്യങ്ങളും അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇവിടുത്തെ ഒരു കാര്യത്തിന് നമുക്ക് അലഞ്ഞടക്കേണ്ട കാര്യമില്ല, എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. പിന്നെ നമ്മുടെ നാട് പോലെ തന്നെയാണ്, ഒരു സിറ്റി ആയിട്ട് പറയാം ഈ രാജ്യത്തെ അല്ലേ. അങ്ങനെ ഒട്ടും 2 എക്സ്ട്രീംസും ഉണ്ട്. ഹെവി സിറ്റി ഉണ്ട്, അല്ലാതെ നമുക്കൊരു കാം ഏരിയ ഉണ്ടെങ്കിൽ അതുമുണ്ട്, ഒരു വില്ലേജ് ലൈഫ് അതുമുണ്ട്. അപ്പോൾ നമുക്കൊരു മിക്സ്ഡാണ്. ഇപ്പോൾ ഒരു ഹെവി വീക്ക് കഴിഞ്ഞാൽ നമുക്കൊന്ന് ട്രാവൽ ചെയ്യാൻ 2 hours ട്രാവൽ ചെയ്താൽ നമുക്കൊരു നല്ല കാം ഏരിയ കിട്ടും. പിന്നെ ഇത് ഇവിടെയുള്ള ഓവറോൾ ഇവിടുത്തെ ആൾക്കാരും അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ദേ വർക്ക് ഹാർഡ്, ലൈക്ക് പ്രോപ്പർ ഒരു വീക്ക് ഡേയ്സിൽ നല്ലതായിട്ട് വർക്ക് ചെയ്യും, ഒരു പ്രശ്നമില്ലാതെ. വീക്കെൻഡ്സ് ആകുമ്പോൾ നല്ല പാർട്ടിയും ചെയ്യും. അപ്പോൾ 2 കോണ്ടെക്സ്റ്റുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരും അങ്ങനെയാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര കോംപ്ലക്സും അങ്ങനെ കൂടുതലും ഇല്ലാത്ത ഭയങ്കര സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന അവർ ഏൺ ചെയ്യുന്നത് അവർ നല്ല എൻജോയ് ചെയ്ത് ലീവ് ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് എല്ലാവരും ചെയ്യുന്നത്. ഇവിടുത്തെ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വരാറുണ്ടോ? ഡെഫിനറ്റ്ലി. ഇവിടുത്തെ ഇപ്പം ആക്ച്വലി പറഞ്ഞ ഒരു കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് ആൾക്കാർ ആക്ച്വലി ഇന്ത്യൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അത് എനിക്ക് പറഞ്ഞിട്ട് എന്താ സഡനായിട്ടൊരു എല്ലാവർക്കും ഭയങ്കര ഒരു ഇന്ത്യൻ ഫുഡിലോട് ഒരു ഭയങ്കര പ്രിയം. അപ്പോൾ കോവിഡ് സമയത്ത് ആക്ച്വലി നമ്മൾ ഇത്രയും റെസ്റ്റോറൻറ്റ്സ് തുടങ്ങിയപ്പം നമ്മളൊരു മേജർ ക്ലയൻസിൽ തായല്ലായിരുന്നു, എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം നമുക്ക് തായ്ക്കാരും അങ്ങനെ വന്ന് ട്രൈ ചെയ്തു, എസ്പെഷ്യലി പാനിപൂരിയും പിന്നെ നമ്മുടെ ബട്ടർ നാനും ഗാർലിക് നാനും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം തായ്ക്കാർക്ക് എക്സ്ട്രീംലി ഇഷ്ടപ്പെട്ട് അവർ റിപ്പീറ്റായിട്ട് വന്ന് ഓർഡർ ചെയ്ത് കഴിക്കലും ഫാമിലിയായിട്ട് വീട്ടിൽ വലിയ പാർട്ടിയായിട്ട് ഇന്ത്യൻ ഫുഡ് ചെയ്യലും. അപ്പോൾ ഇന്ത്യൻ ഫുഡ് ഇപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഓവറോൾ ഈ ഒരു സമയത്ത് തായ്ലൻഡിൽ പറഞ്ഞാൽ ഇന്ത്യൻസ് അക്സെപ്റ്റൻസ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ ദീപാവലി ഫംഗ്ഷനിൽ നമ്മുടെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ദീപാവലി ഒരു ചെറിയ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്ത് അത് ഈവൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി വരെ ടാഗ് ചെയ്തിരുന്നു, താങ്ക് യു ഫോർ വിസിറ്റിംഗ് നമ്മുടെ ഇന്ത്യൻ. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഈവൻ ഇറ്റ്സ് എ വെരി സ്മോൾ ഫംഗ്ഷൻ, എന്നാലും പുള്ളിക്കാരി വന്ന് പാർട്ടി ചെയ്തു അതിൻ്റെ ഒരു. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് പട്ടായയിലും ബാങ്കോക്കിലും എല്ലായിടത്തും ദീപാവലി ഫംഗ്ഷൻസും ഇപ്പോൾ ഹോളി ആണെങ്കിലും ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യലും. ഞാനൊരു 2010 വന്നപ്പോഴും ഇവിടെ അങ്ങനത്തെ ഒരു ഇല്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് അക്സെപ്റ്റൻസ് കൂടി വരുമോ ഇന്ത്യൻസിനോട് ഇവിടെ. ഈ തായ്ലൻഡിലെ മലയാളികൾ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയുണ്ടോ? പിന്നെ ഇവിടെ ഒരു വലിയൊരു മലയാളം സമാജം തന്നെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 500-600 ഫാമിലീസിൻ്റെ ഒരു വലിയ മലയാളം സമാജമുണ്ട്. പിന്നെ ഇവിടെ കുറേ ബിസിനസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, മലയാളി ബിസിനസ് കമ്പനി. പിന്നെ ലുലു എന്ന് പറഞ്ഞ വലിയ ബ്രാൻഡ്, അവരുടെ ഷോപ്പിംഗ് ഇവിടുത്തെ ഒരു മെയിൻ സോഴ്സിങ് കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറേ ഒരു മലയാളി ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എല്ലാം ഈവൻ നമ്മുടെ തമിഴ് സമാജമുണ്ട്, പിന്നെ നമ്മുടെ ഹിന്ദി സമാജം, അങ്ങനെ കുറേ സ്റ്റേറ്റ്സ് എന്നുള്ള ആൾക്കാരും ഉണ്ട്. നമ്മുടെ ലുലുവിൻ്റെ, അതായത് നമ്മുടെ യൂസഫ് അലിക്കാട് ലുലുവിൻ്റെ പല സാധനങ്ങൾ ഇവിടുന്ന് സോഴ്സ് ഉണ്ട്. പഴങ്ങളൊക്കെ ആയിരിക്കും, പഴങ്ങളും ഫ്രൂട്ട്സും ഇതെല്ലാം ഇവിടെ തന്നെ അവർക്കൊരു വെയർ ഹൗസും എല്ലാം ഉണ്ട്. അപ്പോൾ വലിയൊരു ടീമും ഉണ്ട് ഇവിടെ. അപ്പം അതന്നെ, അപ്പോൾ ഇവിടെ അവർക്ക് അങ്ങനത്തെ ഒരു വലിയ ടീമും സെറ്റപ്പും എല്ലാം ഉണ്ട്. ദേ സോഴ്സ് എവറിത്തിങ് ഫ്രം ഹിയർ. അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഓടിക്കാനാണെങ്കിലും ബെസ്റ്റ് സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. 10 ദിവസം കൊണ്ട് ഞാൻ പലതവണ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ 10 ദിവസം ഗംഭീരമായിട്ട് നമ്മളിവിടെ ഉടനീളം ഓടിച്ചു തായ്ലൻഡിൻ്റെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വിനീത്. അപ്പോൾ നമുക്ക് ഇനി വരുമ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഓർക്കുക, നിങ്ങൾ ബാങ്കോക്കിലുണ്ടെങ്കിൽ പല ഹോട്ടലുകൾ, ഞാൻ ഈ പേരൊക്കെ പറഞ്ഞല്ലോ, എല്ലായിടത്തും മലയാളി ഫുഡ് ഇന്ത്യൻ ഫുഡ് എല്ലാം തരുന്നത് വിനീതിൻ്റെ ഉടമസ്ഥയുള്ള ഹോട്ടലായിരിക്കും. അപ്പോൾ താങ്ക് യു. ശരി, താങ്ക് യു.